നിഷാദ് റാവുത്തർ ചേരുന്നുണ്ട്. നിഷാദ്, തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നേതാക്കളുടെ പ്രതികരണം, അത് നിലപാട്, ഒപ്പം തന്നെ എന്തായിരിക്കും അവരുടെ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ എന്നതുകൂടി വ്യക്തമാക്കുന്നതായിരിക്കും സ്വാഭാവികമായിട്ടും. വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള വിഷയത്തിൽ രമേശ് ചെന്നിത്തലയുടെ നിലപാട് എന്താണ്? തെരഞ്ഞെടുപ്പിന് എങ്ങനെ ഒരുങ്ങുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്? ധന്യ, രമേശ് ചെന്നിത്തല വെള്ളാപ്പള്ളി നടേശനെ സമ്പൂർണ്ണമായും തള്ളിക്കളയുക അല്ലെങ്കിൽ സമ്പൂർണ്ണമായും വർഗീയ പരാമർശം നടത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് കാർക്കശ്യമായ ഒരു സമീപനം അദ്ദേഹത്തോട് സ്വീകരിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റുമോ എന്ന ചോദ്യത്തിന് ആരെയും കാറിൽ കയറ്റുന്ന രാഷ്ട്രീയ ശൈലിയുള്ള ആളാണ് താനെന്നാണ് അദ്ദേഹം മറുപടിയായി പറയുന്നത്. രണ്ട്, വെള്ളാപ്പള്ളിയെ കുറിച്ച് സ്പെസിഫിക് ആയി അവർ ചോദിക്കുമ്പോഴും വെള്ളാപ്പള്ളി എന്നല്ല ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ അതിനെ എതിർക്കും എന്ന് പറയുന്ന അദ്ദേഹം, അതായത് CPIM എന്താണോ വെള്ളാപ്പള്ളിയെ കുറിച്ച് പറയുന്നത് സമാനമായ സ്വരത്തിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭൂരിപക്ഷ വർഗീയത ആളിപ്പടർത്താൻ ശ്രമിക്കുന്നുവെന്ന് പറയുന്ന രമേശ് ചെന്നിത്തല പക്ഷേ അതിനൊരു പ്രധാനപ്പെട്ട ആയുധമായി പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളിയെ തള്ളാൻ തയ്യാറാവുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സമുദായ നേതാക്കൾ എല്ലാവരോടും ഞങ്ങൾക്ക് തുല്യമായ അടുപ്പവും സമീപനവുമേ ഉള്ളൂ, ആരോടും ഞങ്ങൾക്ക് പ്രത്യേകമായ വിദ്വേഷമോ മമതയോ ഇല്ല എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി അദ്ദേഹം തഴുകി കടന്നു പോകുന്നതെന്നാണ് കാണേണ്ട കാര്യം. എന്താണോ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറയാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടും മറ്റ് CPIM നേതാക്കളോടും നമ്മൾ ചോദിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ അവരെടുക്കുന്ന ഒരുതരം അയഞ്ഞതും മഴകുഴമ്പനുമായ സമീപനം തന്നെ രമേശ് ചെന്നിത്തലയിൽ നിന്ന് കാണാം. കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പൊതുവെ നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ KC വേണുഗോപാലിനോട് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശനെ സ്പെസിഫിക്കായി വിമർശിക്കാനോ തള്ളിക്കളയാനോ വർഗീയ പ്രചാരകൻ എന്ന് വിളിക്കാനോ ഇവരാരും തയ്യാറാവുന്നില്ല എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തേത്, ഈ മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് സ്ഥാനമാനങ്ങൾ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിന് സ്ഥാനമാനങ്ങൾ ആവശ്യമായി വരും. നമ്മൾ ആരും നിഷ്കാമ കർമ്മികളല്ല, ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ ജോലി ചെയ്യുന്നവരല്ല. നമുക്ക് പദവികൾ ആവശ്യമുണ്ട്. ആ പദവി ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും ഞങ്ങൾ ഓരോരുത്തരോടും ഹൈക്കമാൻഡ് ഡൽഹിയിൽ വിളിച്ചു വരുത്തി പ്രത്യേകമായി സംസാരിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദവിയെക്കുറിച്ചുള്ള ആഗ്രഹം വളരെ പറയാതെ തന്നെ പറയുന്നുണ്ട്, അത് പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്. താൻ ഈ മുഖ്യമന്ത്രി പദവി ഡിസേർവ് ചെയ്യുന്ന, അർഹിക്കുന്ന ഒരാളാണ് എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ്. എന്ന് മാത്രമല്ല, ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട് എന്നതിന് സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. ഡൽഹിയിൽ വിളിച്ച് ഞങ്ങളോടെല്ലാം കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. മുന്നണി വിപുലീകരണത്തിന്റെ കാര്യത്തിൽ ജോസ് കെ മാണി മാണി ഗ്രൂപ്പ് UDF-ലേക്ക് വരുമോ എന്നാണ് വലിയ ചോദ്യം. ആ ചോദ്യത്തിലെ സാധ്യതകൾ അടയുന്നു, അല്ലെങ്കിൽ ആ ചോദ്യത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ കുറയുന്നു എന്നതിന്റെ സൂചനയാണ് ഇദ്ദേഹം നൽകുന്നത്. അതായത് അവരില്ലെങ്കിലും ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. വരുന്നെങ്കിൽ അവർക്ക് വരാം, ഇനി വരേണ്ടതിനെ കുറിച്ച് സംസാരിക്കുകയും അല്ലെങ്കിൽ അവരുടെ നിലപാട് അറിയിക്കുകയും ചെയ്യേണ്ടത് അവരാണ്. ഞങ്ങൾ അവരുടെ പിന്നാലെ പോകുന്നില്ല, ഞങ്ങൾ അവരെ കൊണ്ടുവരാൻ ഒരു എക്സ്ട്രാ ഇനീഷ്യേറ്റീവോ സ്പെഷ്യൽ ഇനീഷ്യേറ്റീവോ എടുക്കുന്നില്ല എന്നാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാര്യം. അപ്പോൾ ഇതാണ് അദ്ദേഹം പൊതുവെ പറയുന്നത്. പിന്നെ കന്നഗോലുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പാർട്ടിയിലെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്നത് കനഗോലു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലോ കനഗോലുവിന്റെ നിർദ്ദേശപ്രകാരവുമല്ല. ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ ഓരോരുത്തരുമുണ്ട്. ഓരോരുത്തരെ കുറിച്ചും ജനങ്ങൾക്കും ധാരണയുണ്ട്. ഏതെങ്കിലും PR ഏജൻസി അല്ല കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കനഗോലു ഇസ് എ കോൺഗ്രസ് മാൻ, അയാൾ ചില കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പൂർണ്ണമായ ഡിസിഷൻ എടുക്കുന്നതിൽ കനഗോലുവിന് പരിധി കവിഞ്ഞ പങ്കാളിത്തമൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കൊല്ലത്തിപ്പോ അഖിൽ മാരാടുന്ന യൂട്യൂബർ മത്സരിക്കുമെന്ന ചോദ്യത്തിന് അദ്ദേഹം അതെല്ലാം സ്പെക്കുലേഷൻസ് ആണ്, അതിലൊന്നും തീരുമാനമെടുത്തിട്ടില്ല, മുമ്പിലേക്ക് വന്നിട്ടില്ല എന്ന മറുപടിയും പറയുന്നുണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി മോഹം പറയാതെ പറയുന്നു എന്നത് ഈ ഇന്റർവ്യൂവിലെ ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ധന്യ.